ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടിന്ന് സംസാരിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. യെശയ്യായുടെ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകമായി ദൈവമക്കൾക്ക് നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. 61-ാം അധ്യായം 1-ാം വാക്യം, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞാനും നിങ്ങളും ഉണരണം എന്ന് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരുപാട് തളർന്നു കിടക്കുന്ന മക്കള്, ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, പരാജയപ്പെട്ടിരിക്കുന്ന മക്കള്, രോഗപീഠകളുമായിട്ടിരിക്കുന്ന മക്കള്, ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. യോയേൽ പ്രവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്തു, അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സകലരുടെ മേലും അയക്കും. ഹല്ലേലൂയ. ജാതി മത വ്യത്യാസമില്ലാതെ നീ ഏത് പാപം ചെയ്ത വ്യക്തിയായിക്കൊള്ളട്ടെ, എത്ര വലിയ തെറ്റിലിരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, എത്ര വലിയ കുറ്റബോധം ഉണ്ടായിരുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ആത്മാവിനെ ഇപ്പോൾ നിന്റെ മേൽ അയക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നൊരു ദൈവ പൈതല് എന്നോട് പറഞ്ഞൊരു സംഭവം ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ, വല്ലാത്ത തകർച്ച. അങ്ങനെ ഇദ്ദേഹം ധ്യാനത്തിന് വരിക. ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ 2-ാമത്തെ ദിവസമായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുക. അന്ന് ആരാധന നടക്കുന്ന സമയത്ത് ഈ ദൈവ പൈതൽ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹം പറയും, ഇദ്ദേഹത്തിന് ദർശനം കിട്ടുക. ആ സമയത്ത് ഈശോ ഇങ്ങനെ കൈ നീട്ടി തോളിൽ വെച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ. I need you, I want you. ഹല്ലേലൂയ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ വേണം. ആ ദൈവത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, അന്നുകൊണ്ട് ഞാൻ എൻ്റെ മദ്യപാനം ഉപേക്ഷിച്ചു, അന്നുകൊണ്ട് എൻ്റെ പുകവലി ശീലങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു, അന്നുകൊണ്ട് എൻ്റെ ഫ്രിക്ഷൻ ഓഫ് എ സെക്കൻഡ്, ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് സകല ബന്ധനങ്ങൾ നീങ്ങിപ്പോയത്. ഒച്ചത്തിനു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമക്കള്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വാഗ്ദാനമാണ്. ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് ഒരു തീനാവായി നിന്റെ ജീവിതത്തിലേക്ക് വീഴുന്നു. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ജീവിതം മാറും പൈതലെ. ദൈവം നയിക്കുന്നൊരു ജീവിതമായി, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു ജീവിതമായിട്ട് തീരും. മറ്റൊരു അപ്പനും അമ്മയും കൂടി എന്നെ പ്രാർത്ഥിക്കാനായിട്ട് കാണാൻ വന്നതാണ്. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇവരുടെ മകൻ ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ടുപോയി. ഹൈലി ക്വാളിഫൈഡ് ഒരു MD ഡോക്ടറിന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റായ ബന്ധത്തിൽ മുങ്ങി. ഈ മകൻ വിളിച്ചു, അപ്പൻ ഡിഗ്രിയൊക്കെ എടുത്തു, അവൻ വലിയ ഡോക്ടറായി കഴിഞ്ഞപ്പം അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ്, കെട്ടിച്ചു തരണം. ഈ വ്യക്തി പറഞ്ഞു, ഈ അപ്പം പറഞ്ഞു, മോനെ, നീ എനിക്ക് വലുതാ, നീ എനിക്ക് പ്രിയങ്കരനാ, പക്ഷെ നിന്നേക്കാളും വലുതും നിന്നേക്കാളും പ്രിയങ്കരനും എൻ്റെ ദൈവമാ. കൈയടിച്ച് കർത്താവിന് മത്തം കൊടുത്തേ. ആകെയുള്ളത് ഒരു മകനാ. ആ മകൻ വന്നൊരു കാര്യം പറയുമ്പോൾ അപ്പം പറഞ്ഞു കൊടുക്കുക, എനിക്ക് ദൈവമാടാ വലുത്. ദൈവമില്ലാത്തൊരു കുടുംബ ജീവിതത്തിലേക്ക് നിന്നെ പറഞ്ഞുവിടാൻ ഞാൻ ഒരുക്കമല്ല. ദൈവം അംഗീകരിക്കാത്ത ഒരു വിവാഹ ജീവിതത്തിലേക്ക് നീ കടക്കുവാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല.
വചനത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. മക്കളെ അവന് വലിയ സങ്കടമായി, കൊച്ചിന് വലിയ സങ്കടമായി. പക്ഷേ ഇന്ന് അപ്പൻ പറയുന്ന മറ്റൊരു വിശേഷം എങ്ങനെയാണ്? അവർ 18 ആഴ്ച മുടങ്ങാതെ ഇവിടെ വന്നു. 18ാമത്തെ ചൊവ്വാഴ്ച ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ മോൻ വിളിച്ചിട്ട് പറയപ്പാ, അത് ഞാൻ ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ പോലും നിന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കും. മക്കള് ഈ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. രോഗശാന്തിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, സമ്പത്ത് കിട്ടാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാ. ഈ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ നിനക്ക് വേണ്ടതിലും അധികമായിട്ട് നിന്റെ ജീവിതത്തെ ആ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ആ മാതാപിതാക്കള് എത്ര ധൈര്യത്തോടു കൂടിയാ പറയുന്നത്. ഇവന് ഉയർന്ന ജോലി, ഇവൻ മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, അവനവിടെ സുഖമായിട്ട് അവന് ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാവുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ അപ്പം പറഞ്ഞു, എനിക്ക് ദൈവമാവില്ലത്, ദൈവമില്ലാത്ത, ദൈവം അംഗീകരിക്കാത്ത ഒരു കാര്യത്തിന് ഞാനില്ല. ദൈവമക്കളെ, ഈ മനുഷ്യൻ വിശ്വാസത്തിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയെ ഒച്ചതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം കുഞ്ഞെ നിന്നോട് പറയുന്നൊരു വിവരം ഇതാണ്: നീ ഒരു സദ്വാർത്തയാണ്, നീ ഒരു സുവിശേഷമാകണം. You are a good news and you are a gospel. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ദർശനം എങ്ങനെയായിരുന്നു? നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു നദി. നദീകരി നിറഞ്ഞു കവിയും തോറും ഇതിന്റെ കൈവഴികളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഈ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നൊരു ദർശനമായത്, പൊന്നു പൈതലെ, ഇന്ന് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേട്ടിട്ടില്ലാത്ത നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ സഹോദരങ്ങള്, സകലരുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു അഭിഷേകത്തിന്റെ നദി ഒഴുക്കുന്നെന്ന്. മക്കള്, ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്, ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. നിന്നെ കർത്താവ് ബലപ്പെടുത്തുക, നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുക, നിന്നെ ഒരു അഭിഷേകമാക്കി നിന്റെ ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Be the good news മക്കളെ. നീ ഒരു സുവിശേഷമായി മാറുമ്പോൾ നീ വിചാരിച്ച് ഉപദേശിക്കാൻ പോടോ. ഉപദേശിച്ചിട്ട് ആരും ഈ ലോകത്തിൽ ആരെയും നന്നാക്കിയിട്ടില്ല. ഒരപ്പൻ ഉപദേശിച്ചിട്ട് ഒരു മകൻ നന്നായിട്ടില്ല. ധൂർത്തപുത്രന്റെ അപ്പൻ ധൂർത്തപുത്രന്റെ പിന്നാലെ പോയി ഉപദേശിച്ചെന്നല്ല തിരുവചനം പറയുന്നത്. അദ്ദേഹം കണ്ണും നട്ടിരുന്നു, അദ്ദേഹം പ്രവചിച്ച് പ്രവചനത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ മകൻ തിരിച്ചു വരും, എൻ്റെ മകൻ തിരിച്ചു വരും, എൻ്റെ മകൻ തിരിച്ചു വരും. അപ്പൻ്റെ ചങ്കിലൊരു ഉറപ്പ്, അത് പിതാവായി ദൈവം കൊടുത്തൊരു ഉറപ്പ്. അവൻ വിശ്വാസത്തിൽ നിന്നു, അപ്പൻ വിശ്വസിച്ചു, ആരുടെ പിന്നാലെ ഇറങ്ങിപ്പോയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അപ്പന്റെ മുമ്പിലേക്ക് ഈ മകൻ മടങ്ങി വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊരു മകള് രാവിലെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്ന കേട്ടു. 24 വർഷങ്ങളായിട്ട് മദ്യപാനിയായിരുന്നു ഭർത്താവ്. അമ്മ പറയുക, ജീവിതത്തിൽ സന്തോഷം എന്ത് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്ന ചില മക്കളിപ്പം ആവർത്തിക്കുന്നില്ലേ, ജീവിതത്തിൽ സന്തോഷം എന്നത് എന്ത് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭവനത്തിൽ ഇന്ന് നിറഞ്ഞ സന്തോഷമാണ്, വലിയ അഭിഷേകത്തിന്റെ, വലിയ സന്തോഷത്തിന്റെ അനുഭവം എൻ്റെ കുടുംബത്തിലുണ്ടെന്ന്. 24 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിൽ ആനന്ദമുണ്ടായെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമൈതലേ, നീ ഇവിടെ അമ്മയോട് ആരോ പറഞ്ഞു കോട്ടയത്ത് പള്ളിയുണ്ട്, കോട്ടയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്ക്. അവരത് കേട്ടു, അവരത് വിശ്വസിച്ചു, ദൈവസന്നിധി വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കണം. You are commissioned and it is not an option. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാനല്ല. ഒരു പുരോഹിതൻ, he is committed, he is anointed, he is commissioned. ഒരു സന്യാസിനി, she is commissioned, she is committed.
ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ, ഇത് നിന്റെ കടമയാണ്, ഇത് നീ ചെയ്തേ പറ്റൂ. കാരണം നിന്റെ മേൽ ഈ അഭിഷേകം ദൈവം അയച്ചിരിക്കുന്നു. And it is not an option. ഇഷ്ടമുണ്ട് ചെയ്യാനല്ല മക്കളെ. ഇന്നീ കൂടാരത്തിന്റെ ദൈവ പൈതല്, ഈ വചനം കേട്ടുകൊണ്ട് ദൈവ പൈതല്, നിന്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ചില സമയത്ത് ചില ദൈവമക്കൾ മുമ്പിലേക്ക് വരും, വന്നിട്ട് പറയും വെച്ചാ രോഗപീഠിയാണ്, മാരക രോഗാവസ്ഥയാണ്. ഇവർ പറയുന്ന കാര്യം ഇതാണ്, അല്ലെ ഇവർ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യം ഇതാണ്. അച്ഛൻ പ്രാർത്ഥിച്ച ഇന്ന് രാവിലെ വന്നൊരു ചേട്ടായി, വെളുപ്പാങ്കാലത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടേക്കുക. വെളുപ്പാങ്കാലത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിടുക, തൊണ്ടയിൽ ക്യാൻസറുമായിട്ട് വന്നിരിക്കുക. അച്ഛൻ കൈവച്ചു പറഞ്ഞാൽ ഞാൻ സുഖപ്പെടും. And you are commissioned for that. അതെ മക്കളെ, ദൈവം തന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ദൈവം നൽകിയിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം നിന്നിലൂടെ ഒഴുകുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഇത് അച്ഛന്റെ പ്രിവിലേജ് അല്ല, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്ക് നിന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനുള്ള അഭിഷേകം തന്നിട്ടുണ്ടെന്ന്. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. കൈ നോവുന്ന പോലെ കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. പ്രിയ അപ്പ, പ്രിയ അമ്മ, നിന്റെ കുഞ്ഞിന്റെ ശിരസ് കൈവച്ച് അനുഗ്രഹിക്കാനുള്ള അഭിഷേകം നിനക്ക് തന്നിട്ടുണ്ടെന്ന്. വചനം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. She has received that anointing. നീ ഒരു അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട് പൈതലെ. നിന്റെ അഭിഷേകത്തെ നീ ചോർത്തിക്കളയില്ല. തിരുവചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, എന്റെ മേൽ ചൊരിയപ്പെട്ട കൃപ നിഷ്ഫലമായി പോയില്ല എന്ന് എനിക്കറിയാം. ഒച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം തുടരുക, ഹൃദയം തകർന്നവർ അവരാശ്വസിപ്പിക്കപ്പെടാൻ. ദൈവമക്കളെ, ഹൃദയം തകർന്ന എത്രയോ മനുഷ്യർ ഈ വചനം കേൾക്കുക. ആൻഡ് ദിസ് ഗോസ്പൽ ഈസ് ഫോർ യു. ഹൃദയം തകർന്നവരെ ക്രിസ്തുവിൽ നിന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി ചില മനുഷ്യർ ശ്രമിക്കുക. തിരുവചനത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവില്ലാത്തവരാണ്, ദൈവമില്ല, ക്രിസ്തുവില്ല, കുരിശിൽ മരിക്കുന്നവൻ ദൈവമാണോ എന്നൊക്കെ ചോദ്യം. കുരിശിൽ മരിക്കുന്നവനാ ദൈവം. കുരിശിൽ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നവൻ അവനാ ദൈവം, അവൻ മാത്രമാ ദൈവം. കാരണം ഞാൻ എൻ്റെ മരണത്തെ അവൻ മാറ്റുക, എന്റെ മുറിവിനെ അവൻ സുഖപ്പെടുത്തുന്നതാ അവന്റെ കുരിശിലെ മുറിവുകള്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ വേദനയല്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹമാ അവിടുത്തെ മുറിവുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തകർന്നവർ. കഴിഞ്ഞ ദിവസം വന്നെന്റെ മുമ്പിൽ ഇരുന്നൊരു ദൈവ പൈതല, ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഞാൻ വിറച്ചു പോവുക. ഈ ദൈവ പൈതൽ എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. ഈ കൂടാരത്തിൽ വന്നിട്ട് അദ്ദേഹം മടങ്ങി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനില്ല. നോക്കുമ്പോൾ കിണറ്റിൽ വീണ് കിടക്കുക. ഈ മകൻ പറഞ്ഞത് ഇങ്ങനെ, ആൾക്ക് കണ്ണിന് കാഴ്ച കുറവാണ്. അദ്ദേഹം നോക്കിയിട്ട് കണ്ടില്ല. പെൺകുട്ടിയുണ്ട്, മോള്, അവളുണ്ട്. അവൾ നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ, ദൈവമക്കളെ, ബുദ്ധി വൈകല്യമുള്ള കുഞ്ഞിൻ്റെ നിഴല് പോലെ അവനെ അതുകൊണ്ടാണ് കൊണ്ടുവരാഞ്ഞത്. ഇവിടെ ബുദ്ധി വൈകല്യമുള്ള കൊച്ച് ഓടിച്ചാടി അവൻ കിണറ്റി വീണു. അവൻ്റെ അമ്മ പിന്നാലെ എടുത്ത് ചാടി. ദൈവമക്കളെ, ആ ദേശത്ത് വേറെ ആരുമില്ല. വൈകുന്നേരം വലിയ ദൈവാരാധനയും കഴിഞ്ഞ് ഈ മനുഷ്യൻ വീട്ടിലെത്തുമ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, എന്തു പറയാനാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, വെച്ചാ എത്ര അമൂല്യമായ കാര്യമാണ് അവൾ ചെയ്തത്. ഞാനിങ്ങനെ കണ്ണു നിറഞ്ഞൊഴുകി ഞാൻ കേട്ടിരിക്കുക. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ, തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൾ കിണറ്റിൽ ചാടിയതാ. എന്റെ ദൈവം സ്നേഹിച്ചതുപോലെ എന്റെ ജീവിത പങ്കാളി എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു. ഈ മനുഷ്യൻ പിന്നെ പറയാ, അവളുടെ മുഖത്ത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം, അവളുടെ മുഖത്ത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ശോഭ ഞാൻ അവളുടെ മുഖത്ത് കാണുക. എനിക്ക് പറയാൻ വാക്കില്ല. അയാൾ തുടർന്നു, എനിക്ക് തീർച്ചയായും എൻ്റെ ഭാര്യയും കുഞ്ഞും ഇന്ന് സ്വർഗത്തിലുണ്ട്. കൈയടിച്ച്
യേശുവേ നോക്കിക്കോ മക്കളെ, തകർന്ന് പോകേണ്ടവനവൻ. സ്വപ്നങ്ങൾ തീരേണ്ടത് അവിടെ, അവന്റെ ആരാധന അവിടെ തീരണം, അവന്റെ പ്രാർത്ഥന അവിടെ തീരണം, അവന്റെ വിശ്വാസം അവിടെ തീരണം. പിറ്റേ ആഴ്ച മുതൽ 4 മണിക്കൂർ ശുശ്രൂഷ പങ്കെടുത്തിരുന്ന ആള് 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ ശുശ്രൂഷ ചെയ്യുന്ന ഇവിടുത്തെ ഒരു ശുശ്രൂഷകനായി അദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ട്. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തോ, നന്നായിട്ട് കൈയടിച്ച്. അവന് സാധിക്കും മക്കളെ, അവന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ അവന്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കത്തുള്ളൂ. നീ വല്ലാതെ തകരുമ്പോ, നിന്റെ ഹൃദയം വല്ലാതെ നോവുമ്പോ, ഹല്ലേലൂയാ ഹല്ലേലൂയാ, തടവുകാർക്ക് മോചനം. പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിൽക്കുന്ന എത്രയോ മക്കള് പലതരത്തിലുള്ള കെട്ടുപാടുകളിൽ കിടക്കുക. ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കുക. മുമ്പിൽ വന്നിട്ടുണ്ട് ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ ഒന്ന് രക്ഷിക്കാം. ഇപ്പോഴായിരിക്കുന്ന തിന്മയിൽ നിന്ന്, ഈ മദ്യപാനത്തിൽ നിന്ന്, ഈ സങ്കടത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, yes, he can save you. The Holy Spirit can save you. Hallelujah. അവനെ രക്ഷിക്കാൻ പറ്റും. നീ പെട്ടുകിടക്കുന്ന കൂരാക്കുരുക്കിൽ നിന്ന് ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നെ വിടുവിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമൈതലേ, തിരുവചനം നമുക്ക് തുടരുക. തടവുകാർക്ക് മോചനം. തടവിലാണ് ചില ദുഃഖങ്ങളുമായിട്ട്, ചില കുറ്റബോധങ്ങളുമായിട്ട് ഇനി ജീവിതം മുഴുവൻ ഈ തടവിൽ കിടന്ന് മരിക്കാൻ പോകുന്ന ചില മനുഷ്യരുണ്ട്. ജീവപര്യന്തമാ ചിലര്. ചില ദുഃഖങ്ങളില്, അടഞ്ഞുപോയ വീടുകളില്, ചില വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒട്ടും പ്രകാശമില്ലാന്ന് തോന്നിയിട്ടില്ലേ? മക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, ആ തടവറയെ കർത്താവ് ഇതാ ഒരു മനോഹരമായ പ്രകാശമാനമായ ഭവനമാക്കി മാറ്റാൻ പോവാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിന്റെ ഭവനത്തിന്റെ വെളിച്ചമായി ദൈവം വരും. ഇനി ആ കുടുംബത്തിൽ ആ തടവറ അനുഭവം ഉണ്ടാവില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ കർത്താവിന്റെ കൃപാവത്സരം. അവിടുന്ന് എൻ്റെ കർത്താവും രാജാവുമാണെങ്കിൽ നീ നിന്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ജീവിക്കുക. നിന്റെ കർത്താവ് നിന്റെ മേൽ ഭരണം നടത്തുന്ന, നീ ദുഃഖിച്ചിരിക്കുമ്പോ, നീ വേദനിച്ചിരിക്കുമ്പോ, നീ തളർന്ന് കിടക്കുമ്പോ, നീ കടക്കടയിലായിരിക്കുമ്പോ, നിനക്ക് കൊച്ചില്ലാതിരിക്കുമ്പോ, നിന്റെ മക്കളുടെ കല്യാണം നടക്കാത്തപ്പോ, ഹീസ് ദ കിങ്. അവൻ രാജാവായിട്ടുണ്ടെങ്കിൽ അവൻ അറിയാം മക്കളെ നിനക്കെന്താ വേണ്ടതെന്ന്. ഹല്ലേലൂയാ. അവൻ നിന്റെ രാജാവും രക്ഷകനും ദൈവവുമായിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ ദുഃഖിക്കുന്നത്? ഹല്ലേലൂയാ. ഇതൊരു മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. വർഷങ്ങളായിട്ട് വീട്ടിലേക്ക് ഒരു വഴിയില്ലാതിരുന്നതാണ്. വർഷങ്ങളായിട്ട് വീട്ടിലേക്ക് ഒരു വഴിയില്ല, അങ്ങോട്ട് വഴി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പുതിയൊരു സ്ഥലത്ത് 2 വഴികൾ, മുമ്പിക്കൂടെ ഒരു വഴി, പിന്നിക്കൂടെ ഒരു വഴി, അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ദൈവം അവരെ മാറ്റി താമസിപ്പിച്ചു. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തോ, കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തോ. ഹല്ലേലൂയാ മകളെ, ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴിൽ, ദൈവത്തിന്റെ കാരുണ്യത്തിന് കീഴിൽ, ദൈവത്തിന്റെ കൃപാവത്സരം പ്രഖ്യാപിക്കുക. ഇനി എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ പെരുമഴ പോലെ പെയ്യാൻ പോവാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതികാര ദിനം പ്രഖ്യാപിക്കാൻ നമ്മളൊക്കെ പേടിച്ചിരിക്കുക. ദൈവം നമ്മളോട് പ്രതികാരം ചെയ്യുമെന്ന്. We are children, we are not enemies. നമ്മൾ ദൈവമക്കളാ, നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളല്ല. പിശാചാണ് ദൈവത്തിന്റെ ശത്രു. ദൈവ പ്രതികാരം ചെയ്യുന്നത് പിശാചിനോടാണ്. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, അപ്പനും മക്കളും തമ്മിൽ പ്രതികാരമില്ലാന്ന് നോക്കണേ. അപ്പൻ മക്കളോട് എന്ത് പ്രതികാരം ചെയ്യാനാ? നമ്മളും മക്കളാ, നമ്മൾ അപ്പാ പിതാവിന്റെ മക്കളാ. പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ ശത്രുവിന്റെ തല തകർക്കുമെന്ന്
നിന്റെ ശത്രുവിന്റെ തല കർത്താവിന്റെ പ്രതികാരം. ദൈവ പൈതല്, ഇന്ന് നിന്നെ തകർക്കുന്ന, ഇന്ന് നിന്റെ പൗരോഹിത്യത്തെ ക്ഷയിപ്പിക്കുന്ന, ഇന്ന് നിന്റെ സന്യാസത്തിന്റെ ബലം കെടുത്തുന്ന, ഇന്ന് നിന്റെ കുടുംബ ജീവിതത്തിന് ശോഭ കെടുത്തുന്നതിന് തല ദൈവം തകർക്കുമെന്ന്. ഹല്ലേലൂയ. അനേകം മക്കൾ കർത്താവിലേക്ക് വരും. നോക്ക് ദൈവ മക്കളെ, 10,000 ദൈവസന്നിധിയിൽ നിൽക്കുക. ഇവിടെ പിശാചിന്റെ തല തകർക്കപ്പെടുക. ഇന്നലെ വരെ നോക്കിക്കേ, എത്ര അച്ഛന്മാരാ അവിടെ നിൽക്കുന്നത്. ദിവസം മുഴുവൻ കരങ്ങൾ നീട്ടി കർത്താവിന്റെ അഭിഷേകം കോരിച്ചൊരിയാൻ വേണ്ടിയിട്ട്, പിശാചിന്റെ തല തകർക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പുരോഹിതരെ ഒരുക്കുന്നു. എത്ര സന്യസ്തരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്യസ്തർക്ക് ഒരു പുതിയ അഭിഷേകം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ട് മക്കളെ, ഈ തീർത്ഥാടന കേന്ദ്ര സ്വന്തമായിട്ട് 350-ലധികം ശുശ്രൂഷകര്, വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവര്, രാപകലില്ലാതെ ഒരു പ്രതിഫലവും ഇല്ലാതെ ഈ കൂടാരത്തിന് വേണ്ടി പൊന്നു കർത്താവിന് വേണ്ടി ഭരിക്കുന്നവര്. മക്കളെ, പിശാചിന്റെ തല തകർക്കപ്പെടാൻ പോവാ. അന്തിമ വിജയം എന്റെ കർത്താവിൻ്റെതായിരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാൻ തിരുവചനം പറയുന്നത് കേട്ടോ, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാൻ. നീ ഒത്തിരി സങ്കടപ്പെടുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് സമാശ്വാസം നൽകുമെന്ന്. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവിൻ്റെ വലതു കൈ നട്ടുപിടിപ്പിച്ച ഓക്കുമരം എന്ന് വിളിക്കപ്പെടും. ഇന്നലെ വരെ ആടിയുലഞ്ഞ ചില ജീവിതങ്ങളുണ്ട്. ഇന്നലെ വരെ അസ്വസ്ഥപ്പെട്ടിരുന്ന അനേകം മക്കളുണ്ട്. അനേകം വച്ചാൽ 2 കൊല്ലമായി, 5 കൊല്ലമായി, 10 കൊല്ലമായി മുടങ്ങാതെ കൂടാരത്തിലെത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട ആ സഹോദരന്റെ സാക്ഷ്യം കേട്ടില്ലേ? ആ ഹൈന്ദവ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേട്ടതാണല്ലോ. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു മാരകരോഗം വന്നപ്പോൾ ഒരു മാലാഖ പോലെ ഏതോ ഒരു പുരോഹിതൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നിർത്തി. മാരകമായ രോഗം. അദ്ദേഹം പറയുക, ആ വന്നു നിന്ന ആദ്യ ദിവസം തന്നെ ഒരു സൗഖ്യത്തിന്റെ വലിയ ഒരു അഭിഷേകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ വന്ന് വിലപിച്ച് നിന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ബൈബിളും വായിച്ചുകൊണ്ട് അദ്ദേഹം വന്ന് നിൽക്കുക. ഇതാ കർത്താവ് നട്ട ഓക്കുമരം പോലെ ഏത് കൊടുങ്കാറ്റടിച്ചാലും നിലത്ത് വീഴാത്ത ഒരു ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. എത്ര വലിയ പ്രതിസന്ധികളുടെ വേലിയേറ്റമുണ്ടായാലും എടുത്തു മാറ്റപ്പെടാത്തതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനും ദൈവം തരുന്നു. മക്കളെ, ഈ നിമിഷം കർത്താവ് തരുന്നൊരു വലിയ മഹത്വമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയായിരുന്നു. ഈ കൂടാരം നിറഞ്ഞ് ഇതുപോലെ ദൈവമക്കൾ വന്ന് 10,000-20,000 ദൈവമക്കൾ ഈ കൂടാരത്തിൽ നിറഞ്ഞു കവിഞ്ഞു. അരമണിക്കൂർ അടങ്ങിയിരിക്കാത്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഇതാ. അരമണിക്കൂർ അടങ്ങിയിരിക്കാത്ത കൊച്ചുങ്ങൾ 12 മണിക്ക് തുടങ്ങിയ ശുശ്രൂഷ വൈകുന്നേരം 5:50 തീർന്നു. ദൈവമക്കളെ, നമ്മുടെ കൊച്ചുങ്ങൾ അവർ ദൈവാത്മാവിനെ നിറഞ്ഞ് അഭിഷേകത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച. ഹല്ലേലൂയ. ആ കുഞ്ഞുമക്കൾ സാക്ഷ്യപ്പെടുത്തി, ഇതുപോലെ കഴിഞ്ഞ കൊല്ലം നടന്ന പരീക്ഷയിൽ പ്രാർത്ഥനയിൽ ഞങ്ങൾ വന്ന് പങ്കുചേർന്നു. എനിക്ക് കണക്ക് വിഷയത്തിന് 40,000 മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ തോറ്റും പോയി. അവൾ വന്ന് പ്രാർത്ഥിക്കുക, പെൺകുട്ടി വന്ന് ഇവിടെ കണ്ണീരോട് അവൾ പ്രാർത്ഥിക്കുക. അവൾ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യപ്പെടുത്തുക, കർത്താവ് കൊടുത്തത് ഫുൾ A+ ആണ്, എബവ് 94%. കൈയടിച്ച് കർത്താവിന് ബന്ധം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവമേ, നിന്നെ സമാശ്വസിപ്പിക്കാൻ തിരുവചനം തുടരുക. വെണ്ണീറിന് പകരം പുഷ്പമാല്യം. ഒരു ദുഃഖത്തിലിരിക്കുന്ന വ്യക്തിയാണ് ചാരം വാരി പൂശിയിരിക്കുന്നത്, വെണ്ണീർ പൂശുന്നത്. മരണ ദുഃഖത്തിലിരിക്കുന്നവരുടെ ചിഹ്നമാണ്, അല്ലെ പരാജയപ്പെട്ട രാജാവിൻ്റെ അടയാളമാണ് വെണ്ണീർ വാരിയിടുക. ദൈവ പൈതൽ, ഇന്ന് ഈ കൂടാരത്തിലേക്ക് നീ എത്തി നിൽക്കുന്നത് ജയിക്കുമോ എന്നൊന്ന് നോക്കാന്ന് വിചാരിച്ചായിരിക്കണം. അല്ലെങ്കിൽ ജീവിതം വല്ലാതെ പരാജയപ്പെട്ട് തോറ്റ് തുന്നമ്പാടിയായിരിക്കാം നിൽക്കുന്നത്. ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇതാ ചാരം പൂശിയിരിക്കുന്ന നിനക്ക് ഇതാ വിജയ ശ്രീലാളിതനായ വ്യക്തിക്ക് നൽകുന്ന പുഷ്പമാല നിന്റെ കഴുത്തിൽ നിന്റെ ദൈവം ഇട്ടു തരുമെന്ന്. ഹല്ലേലൂയ. സൈന്യ ബലത്താലല്ല, കരബലത്താലല്ല. ഹല്ലേലൂയ. എന്റെ പൊന്നു കർത്താവിനാലാണ്, കർത്താവിന്റെ നാമത്താലാണ് എനിക്ക് വിജയം. ഹല്ലേലൂയ. വെണ്ണീറിന് പകരം പുഷ്പമാല്യം
വിലാപത്തിന് പകരം ഈ നിമിഷം വരെ ഞാൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നതിന് പകരം ആനന്ദത്തിന്റെ തൈലം, എനിക്ക് ആനന്ദിക്കാനുള്ള വിഷയം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുമെന്ന്. ഇന്നൊരുപാട് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്ന ദൈവ പൈതല്, നിന്റെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകം അവിടെ തരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. തളർന്നു കുത്തിയിരുന്ന നീയാ, ഇന്ന് നീ ഒരു പുതിയ മേലങ്കി ഇട്ടിരിക്കുക. നീ മതിവരാതെ മറക്കാതെ ദൈവത്തെ സ്തുതിക്കുക. ആ സമയം കഴിഞ്ഞ ഞായറാഴ്ച ദൈവം തന്നൊരു അഭിഷേകമായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ ആരാധന, നിർത്താൻ തോന്നുന്നില്ല. ദൈവത്തെ സ്തുതിച്ചിട്ട് കർത്താവ് തരുന്ന ആനന്ദവും കർത്താവ് തരുന്ന അഭിഷേകവും കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ തോന്നി മതി കർത്താവേ മതി. ഹല്ലേലൂയ. അവൻ നിന്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞു കവിയുന്ന സ്തുതിയുടെ മേലങ്കി തരുമെന്ന്. ഹല്ലേലൂയ. പണ്ട് നശിച്ചു പോയവ അവൻ വീണ്ടും നിർമ്മിക്കും. മക്കൾ ശ്രദ്ധിച്ചേ, തകർന്നു പോയത് നിന്റെ ജീവിതത്തിൽ നിനക്ക് തകർന്നു പോയ നിന്റെ സന്തോഷം പറഞ്ഞില്ലേ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. തകർന്നു പോയത് നിന്റെ കുടുംബത്തെ പറ്റിയുള്ള സ്വപ്നമായിരിക്കാം, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സ്വപ്നമായിരിക്കാം, നിന്റെ ഭാവിയെ പറ്റിയുള്ള സ്വപ്നമായിരിക്കാം. ഇതാ തിരുവചനം പഠിപ്പിക്കുകയാണ്, പണ്ടു നശിച്ചു പോയവ അവൻ വീണ്ടും നിർമ്മിക്കും. ഹല്ലേലൂയ. നിന്റെ ദൈവം നിനക്ക് വേണ്ടി തകർന്നു പോയതിനെ പുനർനിർമ്മിച്ചു തരുമെന്ന്. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം, നിനക്ക് കൈവിട്ടു പോയ വിജയം, ഹല്ലേലൂയ, പണ്ട് നശിച്ചു പോയവ അവൻ വീണ്ടും നിർമ്മിക്കും. പൂർവ അവശിഷ്ടങ്ങൾ. ഇത്രയും കാലം ഈ തകർന്നു കിടക്കുന്നത് കണ്ട് നീ ദുഃഖിക്കുകയായിരുന്നു. നീ പ്രതീക്ഷിച്ച ജീവിത പങ്കാളി അല്ല നിന്റെ ജീവിതത്തിൽ വന്നത്. നീ ആഗ്രഹിച്ചൊരു ജോലി അല്ല നിനക്ക് കിട്ടിയത്. അല്ല, നിന്റെ മക്കൾ നീ ആഗ്രഹിച്ചതുപോലൊന്നും വന്നില്ല. നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു കിടക്കുക. തിരുവചനം പഠിപ്പിക്കുക മക്കളെ, പൂർവ അവശിഷ്ടങ്ങൾ. ഓർത്തോ, മുമ്പിൽ കിടക്കുന്ന തകർന്നു കിടക്കുന്നത് നിന്റെ പരാജയത്തിന്റെ അടയാളമല്ല, ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ മുമ്പിൽ കിടക്കുന്ന പരാജയം, നിന്റെ മുമ്പിൽ തകർന്നു കിടക്കുന്നത് നിന്റെ പരാജയത്തിന്റെ ചിഹ്നമല്ല, ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. നിനക്കെന്ത് കൈമോശം വന്നോ, എന്തിനെപ്പറ്റി നീ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നോ, ഏതിനെപ്പറ്റി നീ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നോ, അതിനേക്കാളും വലിയ ഒരാനന്ദത്തിലേക്ക് തിരുവചനം തുടരുക. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ, തലമുറയുടെ ശാപം എന്നൊക്കെ ചിലപ്പം പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ തലമുറകളിൽ ആൺകുട്ടികൾ ജനിക്കുന്നില്ല, അല്ലെ ചില കുടുംബങ്ങളിൽ വിവാഹങ്ങൾ നടക്കുന്നില്ല, ചില കുടുംബങ്ങളിൽ ബുദ്ധിവൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ് തലമുറകളായിട്ടുണ്ടായ വിനാശങ്ങൾ. എങ്ങും എത്തിയിട്ടില്ല. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്താണ് ഈ കുടുംബം എന്നും നിന്നിട്ടുള്ളത്. നിന്നിൽ നിന്ന് ഒരു പുതിയ ശാഖ മുട്ടി വിളയ്ക്കുമെന്ന്. അതേ പൈതല്, നിന്നിൽ നിന്നും ഒരു പുതിയ ശാഖ പൊട്ടി മുളയ്ക്കാൻ പോവാ. ഇതാ ഒരു വിജയത്തിന്റെ ശാഖ, ഒരു സമൃദ്ധിയുടെ ശാഖ, ഒരു അനുഗ്രഹത്തിന്റെ ശാഖ നിന്നിൽ നിന്ന് പൊട്ടി മുളയ്ക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുക മക്കളെ, സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറൂസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന തീപ്പന്തം പോലെയും. മക്കളെ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കരിന്തിരി കത്താനല്ല, കെട്ടുപോകാനുള്ളൊരു ജീവിതമല്ല മക്കളെ. നിന്റെ ഉള്ളിൽ ഈ ഒരു കരുത്ത് വേണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാം. നീ കത്തി നിൽക്കുമെന്ന് തമ്പുരാന്റെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നിന്നിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, നീ ഒരു തീപ്പന്ത പോലെ ജീവിതകാലം മുഴുവൻ കത്തി ജ്വലിക്കുമെന്ന്. കൈയടിച്ചു കർത്താവിന്റെ മാത്രം കൊടുത്തേ. കൈ നോവുന്ന പോലെ കൈയടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മക്കൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുന്നു,
ജെറൂസലേമിന്റെ രക്ഷ. ജെറൂസലേം ദൈവത്തിന്റെ സ്വന്തം മക്കൾക്ക് ബൈബിൾ ഇട്ടിരിക്കുന്നവൻ ജെറൂസലേം എന്നോ സിയോനോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പകരം നിന്റെ പേരും കൂടി ഇട്ടോ കുഞ്ഞെ. കാരണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കൾക്ക്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദേശത്തിന് ദൈവം ഇട്ടിരിക്കുന്ന പേരാണ് ജെറൂസലേം എന്നും സിയോൻ എന്നും ഒക്കെ. ജെറൂസലേമിന്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനാണ്. God is not inactive. കഴിഞ്ഞ ദിവസം എവിടെയോ, ആ സ്വഭാവമൊന്നും എനിക്ക് അധികമില്ല, പത്രം വായിക്കുക അങ്ങനെയല്ല, എവിടെയോ ഒരു ന്യൂസ് കിടക്കുന്നു, ഒരു മനുഷ്യൻ കിടന്ന് ചത്തു കിടന്ന് പിടിക്കുക, ക്രിസ്തുവില്ലെന്ന്. ഈ പ്രസംഗിക്കുന്നവനൊന്ന് വീണ ക്രിസ്തു വേണം അവനെ പിടിച്ചു പൊക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തെളിയിക്കാൻ നോക്കുക. ഈ ക്രിസ്തു മരിച്ചെന്ന് പറയുന്നത് ഏത് ദൈവം എവിടെയാ മരിച്ചിട്ടുള്ളത്? ഈ ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഈ ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ദൈവമക്കളെ ഇവൻ വെറും ഒരു അത്ഭുതമായി മാറിയേനെ. പക്ഷേ ഇന്നെന്റെ ജീവിതത്തെ എന്റെ ദൈവം തൊടുന്നത് അവൻ കുരിശിൽ മരിച്ചത് കൊണ്ട്, അവൻ ഞാൻ അനുഭവിക്കുന്ന പാടുപീടകളിലൂടെ അവൻ കടന്നു പോയത് കൊണ്ട്. കുരിശിൽ ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞത് ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സഹനത്തിൽ ആ ദൈവ പൈതല് നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ഇത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ? സ്വർണം ഉലയിലെന്ന പോലെ അതേ പൈതലെ നീ ആ തീ കനലിൽ കിടന്നുകൊണ്ട് തെളിഞ്ഞ് തെളിഞ്ഞ് വരുമ്പോഴാ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നീ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും, എത്ര കൺവെൻഷൻ കൂടിയാലും, എത്ര ധ്യാനം കൂടിയാലും നീ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടുന്നത് സകലത്തിന്റെ തീച്ചൂളയിൽ നിന്റെ പ്രകാശം വർദ്ധിച്ചു വരുമ്പോഴാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം തുടരാൻ നമുക്ക്. യെരൂശലേമിന്റെ രക്ഷാ പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനായി. God is at work. ദൈവം പ്രവർത്തിക്കുന്നു. നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള ഈ റോഡ് എത്ര മാസം പൊടിയും കുഴിയും മണ്ണും അപകടവും ബൈക്ക് അപകടവും ഒക്കെ ആയിട്ട് കിടന്നത്. കുറച്ച് പാപം മനുഷ്യൻ റോട്ടിൽ കിടന്ന് ഇങ്ങനെ പണിതുകൊണ്ടിരുന്നു. നമ്മൾ വല്ലപ്പോഴും ഒന്ന് കടന്നു പോകുമ്പോൾ അല്പം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിഷമിപ്പിച്ചു, വെള്ളം തെളിച്ചു, എല്ലാം നോക്കി. ദൈവമക്കളെ, ഇന്ന് നമുക്കറിയാം നാഷണൽ ഹൈവേ തോപ്പിക്കുന്ന റോഡായിട്ട് നമ്മുടെ റോഡ് മാറിയിരിക്കുകയാണ്. ദൈവ പൈതലെ, നീ ഇന്ന് തകർച്ചയിലാണെങ്കിൽ, നീ വല്ലാതെ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്നെങ്കിൽ, ഇന്ന് നീ പ്രതിസന്ധിയും ദുഃഖവുമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, know that your God is at work on you. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പൈതലെ, വെറുതെ പറയുന്ന ഒരു കാര്യമാണെന്ന് നോക്കരുത്. നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു അഭിഷേകം, നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു അനുഗ്രഹം, നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു നന്മ. കരിങ്കല്ലെടുത്തിട്ട് ശില്പി ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ കല്ലിന് ചിലപ്പോൾ അല്പം നൊമ്പരം വന്നു എന്ന് വരാം, അല്ലേ? കല്ലിനെ ആഞ്ഞാഞ്ഞടിക്കുമ്പം വേണ്ട, ഡോക്ടർ ഹോസ്പിറ്റലിൽ ചെന്ന് നിന്റെ വയറ് കീറി നിന്റെ വയറ്റിലെ ട്യൂമർ എടുക്കുമ്പോൾ നിനക്കൊരു 10 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരുമ്പോൾ നീ വിചാരിക്കും വല്ലാത്ത ദുരന്തമായി പോയെന്ന്. പക്ഷെ 10 ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ യാതൊരു രോഗപീഠയുമില്ലാതെ നീ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നീ തിരിച്ചറിയും കഴിഞ്ഞ 10 ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നടന്നത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ഇനാക്റ്റീവ് അല്ല, ദൈവം പ്രവർത്തിക്കുന്ന മക്കളാകുന്നു. നീ ആരുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, അച്ഛൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അനേക സന്യസ്തരിപ്പുണ്ട്. കർത്താവ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അനേക പൊന്നുമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിപ്പില്ലേ? പൊന്നു പൈതല്, നീ അറിഞ്ഞുള്ളുക, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ. God is not silent. ചോദിക്കാറില്ലേ, എവിടാ ദൈവമേ, എവിടാ ദൈവമേ, നീ എവിടാ? എൻ്റെ വേദന നീ കാണുന്നില്ല, എൻ്റെ ദുഃഖങ്ങൾ നീ കാണുന്നില്ല, എവിടാ നീ?
ഒരു കുടുംബം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. പ്രാർത്ഥിക്കാൻ വന്നു. അമ്മ മരിച്ചു. 2 കുട്ടികളാണ് ഉള്ളത്. മൂത്തവൻ, അവന് ദുബൈയിലോ മറ്റോ ജോലിയായിരുന്നു. അവൻ്റെ ബ്രെയിനിൽ ഫ്രോണ്ടൽ, അവൻ്റെ ബ്രെയിനിൽ മുമ്പിൽ തലച്ചോറിൻ്റെ ഫ്രണ്ട് വശത്ത് മുഴ. 2ാമത്തെ പെൺകുട്ടി ദേഹം മുഴുവൻ ഒരു പ്രത്യേകതരം ത്വക്ക് രോഗം. അപ്പം നിൽക്കുക, എന്താച്ചാ, ഏത് തെറ്റാ ചെയ്തത്? എന്തിന് കിട്ടുന്ന ശിക്ഷയായത്? ഇതൊരു ശാപമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മകൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അപ്പം നോക്കിക്കേ, ഈ കൊച്ചിനിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ. Your God is not silent, മക്കളെ. നിന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒക്കെ ആക്രമിച്ച് കടക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, God will speak. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. God's word is same as God's deed. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ദൈവം പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു സഹോദരി. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന അതൊക്കെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ദൈവശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ വേദനിക്കുന്ന നിമിഷങ്ങളതാണ്. ഒരു അമ്മയും മോളും കൂടെ വന്നു. ഇവരെനിക്ക് നേരത്തെ അറിയാം, ഇവിടെ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. ഇവരൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു, വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടി വന്നേക്കുക. ഈ ചേച്ചി എന്നോട് പറയാം, അച്ഛൻ ഓർക്കുന്നോ ഞങ്ങളെ? ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം ഒരു സ്ത്രീയും അവരുടെ മകളും മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ചു. വല്ലാത്ത ഇവിടുന്ന് കൗൺസിലിങ്ങിന് മുഴുവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഞാൻ ബാക്കിയെല്ലാം മറന്നുപോയി. ഇവർ പറയാം, അച്ഛൻ അന്ന് വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഒക്ടോബർ 28-ന് നിൻ്റെ കല്യാണമാണ്. ഏതാണ്ട് 30-31 വയസ്സുള്ള പെൺകൊച്ചിൻ്റെ കല്യാണം ഇതുവരെ ആലോചനയോ പറഞ്ഞു ഇരിക്കുന്നില്ല. 2 മാസത്തിനുള്ളിൽ കൊച്ചിൻ്റെ കല്യാണ ഡേറ്റും കൂടെ പറഞ്ഞേക്കുക. ഈ സ്ത്രീ എന്ത് ചെയ്തതെന്നറിയോ? നാട്ടിലിറങ്ങിയിട്ട് പറഞ്ഞു, ഒക്ടോബർ 28-ന് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം. ഒരുത്തരും പെണ്ണ് കാണാൻ പോലും വന്നിട്ടില്ല. നാട്ടുകാരോട് പറഞ്ഞു, ഒക്ടോബർ 28-ന് എൻ്റെ കൊച്ചിൻ്റെ കല്യാണമാ. ഒക്ടോബർ 28-ാം തീയതി ദൈവസന്നിധിയിൽ വെച്ച് അവരുടെ മകളുടെ വിവാഹം നടന്നെന്ന് ആ സഹോദരി കഴിഞ്ഞ ആഴ്ച സാക്ഷ്യപ്പെടുത്തി. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്. God is not silent. ഒരമ്മയുടെ കണ്ണീരിന്റെ മുമ്പിൽ, ഒരപ്പന്റെ കണ്ണീരിന്റെ മുമ്പിൽ, മക്കളുടെ കണ്ണീരിന്റെ മുമ്പിൽ നിന്റെ ദൈവം നിശബ്ദനല്ല. അവൻ സംസാരിക്കും. പൈതലെ, അവന് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അവന്റെ ചങ്ക് പൊട്ടിപ്പോ. നിന്നേക്കാളും നൊമ്പരോ അവനാ, നിന്നേക്കാൾ ഇമോഷണലാ നിന്റെ ദൈവം. അതാണ് നിന്നേക്കാൾ ഇമോഷനാണ് നിന്റെ ദൈവം. അതുകൊണ്ട് നീ ഒരു കൊച്ചു തെറ്റ് ചെയ്യുമ്പോൾ അവൻ ഏകലടിച്ചു പോകുന്നത്. അതാ മക്കളെ വല്ലാതെ സങ്കടപ്പെട്ടു പോകുന്നത്. നിന്റെ ദൈവം വല്ലാതെ സങ്കടപ്പെടും. നീ ഒരു കൊച്ചു തെറ്റ് ചെയ്യുമ്പോൾ, മക്കൾക്ക് വഴിപിഴയ്ക്കുമ്പോൾ, അമ്മമാർക്ക് കണ്ണ് നിറയില്ലേ, അപ്പന്റെ ഹൃദയം പൊട്ടത്തില്ലേ, അതിലുമൊക്കെ ഒരുപാട് നൊമ്പരപ്പെടുന്ന ഒരപ്പൻ ദൈവം. ഒരു പുരോഹിതന് തെറ്റുപറ്റുമ്പോ, ഒരു കന്യാസിക്ക് തെറ്റുപറ്റുമ്പോ, ഒരു വിശ്വാസിക്ക് തെറ്റുപറ്റുമ്പോ ശക്ക് പറ്റുന്ന ദൈവം. God is not silent. God is not silent. മക്കൾ അറിയണം ഇത്. തിരുവചനം പഠിപ്പിക്കുക. ഞാൻ നിശബ്ദനോ ആയിരിക്കില്ല, അവൻ പറഞ്ഞാൽ സംഭവിക്കും. മക്കളെ, എനിക്ക് കരുണ തോന്നുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാക്കന്മാർ നിന്റെ മഹത്വം ദർശിക്കും. മഹത്വമുള്ളവരാരാ? രാജാക്കന്മാരാ. ഒരു ദൈവ പൈതലിന് ദൈവം ഒരു പുതിയ മഹത്വം കൊടുത്ത. കഴിഞ്ഞ കുർബാനയ്ക്കൊക്കെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലേക്ക് തമ്പുരാൻ തന്നൊരു ഒരു 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 സംഭവം ഓർത്ത് വന്നതാണ്. ഒരു കുഴിവെട്ടുകാരൻ എന്താ ഇത്ര മഹത്വമുള്ളത്? ശവസംസ്കാരം മൗലിക്കോട്ട് മാറി നിന്ന് പീടിയും വലിച്ചുകൊണ്ട് നിൽക്കും. കുഴിയിലേക്ക് ഓടി വെച്ച് കഴിയുമ്പോൾ ഓടി വരും. ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടാവും, മണ്ണ് കോരിയിടും. ഇത് കുഴിവെട്ടുകാരൻ. ഞാൻ ആ കുഴിവെട്ടുകാരൻ്റെ കാര്യമല്ല പറഞ്ഞത്. കാരുണ്യ പ്രവർത്തകളിൽ ഒന്നാണ് മരിച്ചവരെ അടക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായ കുഴിവെട്ടുകാരൻ. മണ്ണ് മാന്തുമ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കും, ഇവിടെ അടക്കപ്പെടാൻ പോകുന്ന ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണേ.
തുടർന്നുള്ള ദിവസങ്ങളിൽ കുഴിമാടത്തിലെത്തി ഈ കുഴിവെട്ടുകാരൻ പ്രാർത്ഥിക്കും. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ആനുകൂല്യമുണ്ടാകണമേ. മക്കള് വരാത്തടുത്ത്, ജീവിത പങ്കാളി വരാത്തടുത്ത്, സഹോദരങ്ങൾ വരാത്തടുത്ത് ഒരു കുഴിവെട്ടുകാരൻ നിന്ന് മരിച്ച വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആണ്ട് തികയുമ്പം നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ കുഴിവെട്ടുകാരൻ കുർബാന ചൊല്ലും. അതുകൊണ്ടാ ഈ 10,000 മുമ്പിൽ നിന്നുകൊണ്ട് അച്ഛൻ ആ കുഴിവെട്ടുകാരന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ സമ്പത്തോ, നിന്റെ ജോലിയോ, നിന്റെ കുടുംബ പേരോ, നിന്റെ മക്കളോ അല്ല നിന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. നിന്റെ ജീവിത രീതിയാ പൈതലേ. ആർക്കും മഹത്വമുള്ളവരാകാം. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, ദൈവത്തിന്റെ പ്രത്യേകതയിലേക്ക് നീ കടക്കുമ്പോ ഹല്ലേലൂയ, രാജാക്കന്മാർ നിന്റെ മഹത്വം ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. ഈ വചനം കേൾക്കുമ്പോൾ God is changing your name. പേരുകളൊക്കെ ബന്ധങ്ങളുടെ അടയാളമാണ് മക്കളെ. അബ്രാത്തെ അബ്രഹാം എന്ന് വിളിച്ചു. ശെമയോനെ പത്രോസ് എന്ന് വിളിച്ചു. സാവൂളിനെ പൗലോസ് എന്ന് വിളിച്ചു. അതേ പൈതലേ, നിന്റെ പേരൊന്ന് മാറണം. നിന്റെ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധമാണ് നിനക്ക് പുതിയ പേര് നൽകുന്നത്. സന്യാസ സഭകളിൽ, സന്യാസ ഭവനത്തിലേക്ക് ചേരുമ്പോ പണ്ടുകാലങ്ങളിൽ പുതിയ പേരിടുന്നൊരു രീതിയുണ്ട്. പുതിയ പേരിടുന്ന രീതിയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല കാര്യം, സഭയിൽ നഷ്ടപ്പെട്ടു പോയ കുറച്ച് നല്ല കാര്യങ്ങളിൽ ഒന്നതാ. ഏതോ വീട്ടിൽ നിന്ന് വന്ന ഏതോ കുട്ടിക്ക് ഒരു പുണ്യവതിയുടെ പേരിട്ട് കൊടുക്കുക. നമ്മൾ പലതും മാറ്റിവെക്കുക മക്കളെ, സൗകര്യത്തിന് വേണ്ടിയിട്ട്. സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഫ്രാൻസിസ് പാപ്പ, ജോർജ് ബൊർഗോളിയോ എന്ന ലാറ്റിൻ അമേരിക്കൻ മെത്രാൻ, അർജന്റീനിയൻ മെത്രാൻ ഫ്രാൻസിസ്കോസ് എന്ന പേരിട്ടപ്പോ ഫ്രാൻസിസിന്റെ സ്വഭാവം മാറി. He became Francis of Assisi. ഈ കാലഘട്ടത്തിൽ ഈ മണ്ണിലൂടെ ചുവട് വെക്കുന്ന അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളനായി ഇതാ സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ തീർന്നു. ഇസ്ലാം രാജ്യത്തിലേക്ക് കടന്നു ചെന്ന് ആ സ്നേഹ പ്രവാചകൻ, ആ സമാധാന പ്രവാചകന് കടന്നു ചെല്ലാൻ പറ്റി. അവൻ നടക്കുന്നത് അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളന്റെ ചുവടുകളിലാ. മക്കളെ, കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോ ഏതെങ്കിലും ഒരു വിശുദ്ധനെ ചേർത്ത് പിടിച്ചല്ലാതെ നിന്റെ കുഞ്ഞിന് പേരിട്ടേക്കല്ല. വേറെ എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ചേർക്കുമ്പോ, SLCക്ക് ചേർക്കുമ്പോ ഒരു വിശുദ്ധന്റെ കൂടെ പേര് ആ ബുക്കിലേക്ക് എഴുതിച്ചാക്ക. ഒച്ചത്തിലോ ഹല്ലേലൂയ പറഞ്ഞ മക്കളെ. I am so proud of Saint Sebastian. സെബാസ്റ്റ്യനെ ഞാൻ സെബാസ്റ്റ്യൻ എന്ന പേരിന് ഞാൻ ഒരുപാട് ആദരിക്കുന്നു. ദൈവമക്കളെ, അവൻ്റെ ധീരതയുടെ 1001 തരണേ ദൈവമേ എന്ന് സെബാസ്റ്റ്യാനോസിന്റെ പെരുന്നാളിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. അവനെ പോലെ നിനക്ക് വേണ്ടി രക്തം ചിന്ത പറ്റണേ കർത്താവേ എന്ന് അവന്റെ തിരുനാളുകളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ വെറും വാക്കായിട്ടല്ല, ദൈവമേ ജീവിതത്തിൽ ആ ഗിഫ്റ്റ് കൂടി നീ തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. നിന്നെ ആനന്ദിപ്പിക്കുന്ന ഒറ്റ വിഷയം കർത്താവാ മക്കളെ. എത്ര സമ്പത്ത് കിട്ടിയാലും നിനക്ക് സന്തോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ മക്കൾ എവിടം വരെ എത്തിയാലും നിനക്ക് സന്തോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞാലും നിനക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നിനക്ക് സന്തോഷിക്കാൻ പറ്റുക. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നില്ലേ, കർത്താവേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം
ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുക, ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ദൈവത്തെ ഓർത്ത് തുള്ളിച്ചാടുന്നൊരു ജനത, ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ആനന്ദിക്കുന്ന ഒരു ജനത. പ്രവചനം ഇന്ന് പൂർത്തിയാവുന്നു, പ്രവചനം ഇന്ന് പൂർത്തിയാകുന്നു. ഈ കാലഘട്ടത്തിൽ പ്രവചനങ്ങൾ പൂർത്തിയാവുന്നു. ദൈവത്തിൽ ആനന്ദം കൊള്ളുന്ന ഒരു ജനത. തിരുവചനം, ഇതാ വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കും. ഒരമ്മ കുഞ്ഞിനെ ഒരുക്കുന്ന പോലെ നിന്റെ ദൈവം നിന്നെ ഒരുക്കാൻ പോവുക. ഒരു വരൻ കല്യാണമാല കഴുത്തിലിട്ടുകൊണ്ട് വരുന്നത് പോലെ, ഒരു മണവാട്ടി താലിയും അണിഞ്ഞ് വരുന്നത് പോലെ നിന്റെ കർത്താവ് നിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുമെന്ന്. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്തുകൾ മുളയ്ക്കുന്നത് പോലെയും കർത്താവ് ചെയ്യാൻ പോവാ മക്കളെ. മണ്ണിൽ മുള പൊട്ടി വരാൻ പോവാ, തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവ് ഇടവരുത്താൻ പോവാ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് വലിയൊരു സ്വരത്തില്, വലിയൊരു അഭിഷേകത്തിന് വേണ്ടി, വലിയൊരു കൃപയ്ക്ക് വേണ്ടി ദൈവമക്കളെന്ന് വിളിച്ച് യേശുവേ, 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 യേശുവേ കരങ്ങളടിച്ച് സർവശക്തനായ ദൈവമേ, ദൈവമേ നന്നായി കൈയടിച്ച നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു. കൂപ്പ് കൈക്കുരുന്നമാ ഈശോയേ, ആൾക്കാർ വന്നു കാത്തിടുന്നു. ഞാൻ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ കൃത്യമായ അനുഗ്രഹിക്കുന്നു. പാപലേശമേശിടാതെ, ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ പാവന പ്രകാശധാരയിൽ നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോൾ, ഓ കർത്താവേ നിന്റെ ഇഷ്ടം പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, കരങ്ങളെ ഉയർത്തിക്കൊട്ടി നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായം അരുളുന്ന മധ്യസ്ഥനായ നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെ ഒന്ന് പൊന്നുതമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, ദുഃഖിക്കുന്നവര് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ആശുപത്രികളിലെ ഭവനങ്ങളിൽ കഴിയുന്നവര്, ഐസിയുലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, മാരക രോഗങ്ങളും മാഹാരോഗങ്ങളും മരണകരമായ രോഗപീഠകൾ അനുഭവിക്കുന്നവര്, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഫിറ്റ്സ് രോഗപീഠകൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പറാക്റ്റീവ് കുഞ്ഞുമക്കൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, പരീക്ഷകൾ എഴുതുന്നവ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവ, റിസൾട്ട് കാത്തിരിക്കുന്നവ, വിദേശത്ത് സ്വദേശത്ത്
ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവ, സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവ, കടക്കണികളിലായിരിക്കുന്നവ, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവ, മദ്യപാനം, മയക്കുമരുന്ന്, ചീട്ടുകളിൽ പുകവലി, ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്നവ, പ്രാർത്ഥനയിലെ കുദാശയിലെ കുമ്പസാരമില്ല തമ്പുരാൻ അകന്ന് കഴിയുന്നവ, വീട് വിട്ടുപോയവ, ജയിലുകളിൽ കഴിയുന്നവ, അനുകൂലമായ കാലാവസ്ഥ ലഭിക്കാൻ, സമൃദ്ധമായ വിളവ് ലഭിക്കാൻ, പകർച്ചവ്യാധികൾ ദേശത്ത് നീങ്ങിപ്പോകാൻ, വിശുദ്ധനായി തീക്ഷണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീക്ഷണതയുള്ള ധാരാളം അൽമായ പ്രേക്ഷിതരെ തരണേ. കർത്താവിന്റെ ആൾക്കാരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ വന്നിട്ട് നിയോഗങ്ങൾ, ഈ സമയത്ത് നീർന്ന മനസ്സോടെ ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ, 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 യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയുടെ മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യോണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്ക്. നിന്റെ ദൈവം നിന്നെ കരുണയോടെ നോക്കുക. ഇതാ അവിടുത്തെ ആത്മാവിനെ നിനക്ക് തരികയാ, അവിടുത്തെ അഭിഷേകം നിനക്ക് തരികയാ, അവിടുത്തെ സുവിശേഷം നിനക്ക് തരികയാ, അവിടുത്തെ ശക്തി നിനക്ക് തരികയാ. ജീവിതം മുഴുവൻ സമർപ്പിച്ച ഇതാ നീതിയുടെ ഓക്കുവരെ പോലെ കർത്താവ് നിന്നെ വെച്ച് പിടിപ്പിക്കുക. തകർന്നു പോയതിനെ കർത്താവ് കെട്ടിപ്പടുക്കുക. യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവന്റെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിക്കാമോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടെന്ന് പ്രാർത്ഥിച്ച്, സഹോദരന്റെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞത് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശുവേ, യേശുവേ. അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേര്, ഒരുപാട് നൊമ്പരം, ഒരുപാട് വേദന, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് തകർച്ചകൾ. യേശുവേ, യേശുവേ, യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനങ്ങളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിൽ വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, ശാലോം ടെലിവിഷനിലൂടെ ഈ സമയത്ത് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, യേശുവേ, 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 യേശുവേ. ലഭിച്ചു നൽകണമെന്ന സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനഃശ്രമത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വൈദികർ ഒന്ന് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ ബാധ്യസ്ഥ ശക്തി വഴി സമാധാനവും ആയുരാരോഗ്യവും നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും
എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ബിൻസിക്ക് വേണ്ടിയാണ്. 3 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ സഹോദരിക്ക് മഞ്ഞപ്പിത്തം കൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, രോഗിയുടെ കരളിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുന്നു, കരൾ മാറ്റിവെക്കേണ്ടി വരും, അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല, അതുകൊണ്ട് എത്രയും വേഗം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക. ഈ സമയത്ത് ബിൻസിയുടെ ഫാദർ മരിച്ചിട്ട് ഞങ്ങൾ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. മകള് മാരക രോഗത്തിൽ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ അപ്പൻ്റെ ശവസംസ്കാരം കഴിയുന്ന സമയമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങളെല്ലാവരും വിഷമിച്ചു. 95% രോഗി മരിച്ചു കഴിഞ്ഞു എന്ന അവസ്ഥ. 5% മാത്രമാണ് രോഗിക്ക് ജീവിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അതിശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛനെ കണ്ട് ഇക്കാര്യം പറഞ്ഞു. ഡോക്ടർമാർ പെട്ടെന്ന് കരൾ മാറ്റി വയ്ക്കാൻ നിർബന്ധിക്കുന്നു എന്ന്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ നിർബന്ധിക്കുകയാണ് എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ, എന്തിനാണ് നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ പോലെ തന്നെയല്ലേ മറ്റു ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ധൈര്യം വന്നു. ഞാൻ ആശുപത്രിയിലേക്ക് വിളിച്ചു പറഞ്ഞു, നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകേണ്ട, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. എനിക്കറിയാവുന്ന വ്യക്തികളോടും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയൊരു വെളിപാടായിരുന്നു. അതങ്ങനെ ആ മകൾ സ്വീകരിച്ചു. വേറെ ഒരിടത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അവരപ്പാടെ ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞ് കൊണ്ടുപോകാൻ പറയുന്നു. ഒരു പുരോഹിതൻ എന്ന് പറയുകയാണ് പോകണ്ട എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപാടായിട്ട് അവരത് പ്രവാചകനായി സ്വീകരിക്കുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം. ഹല്ലേലൂയ. ഓക്കെ. ആ ചൊവ്വാഴ്ച നാഗമ്പടം പള്ളിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടിയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു. പിറ്റേ ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു, മഞ്ഞപ്പിത്തം കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന ഒരു മകളെ ഇപ്പോൾ തമ്പുരാൻ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനപ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ അതിലൊരാൾ ബിൻസി ആയിരിക്കണമേ. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, സിസ്റ്ററിന് സാക്ഷ്യം പറയാൻ തക്ക രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അതിശയമെന്ന് പറയട്ടെ, വൈദ്യശാസ്ത്രത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവർത്തനം ബിൻസിയിൽ ആരംഭിച്ചു. കൈയടിച്ചു കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. കൂടെയുള്ളവരെ തിരിച്ചറിയാനും സംസാരിക്കാനും തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു, എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതാ ലിവറും കിഡ്നിയും ഒക്കെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന്. ഇപ്പോൾ ബിൻസിയെ ICUവിൽ നിന്ന് ഇറക്കി സാധാരണ വാർഡിലേക്ക് മാറ്റി, ട്യൂബുകളെല്ലാം മാറ്റി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വിശുദ്ധ അന്തോനീസിന്റെ പ്രത്യേക മധ്യസ്ഥം വഴിയായി ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുന്നു. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. പറഞ്ഞില്ല മക്കളെ, തകർന്നടിഞ്ഞത് 5% മാത്രം ജീവനുണ്ടെങ്കിൽ അവിടുന്ന് 100% ജീവനിലേക്ക് എന്റെ ദൈവത്തിന് ഉയർത്താൻ പറ്റും. ഹല്ലേലൂയ. കർത്താവ് ഒരു കൃപ തരുന്ന ദൈവം ഇതില് നിന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നു. ദൈവം നിനക്ക് ഒരു വലിയ അഭിഷേകം, ഒരു വലിയ കൃപ തരിക. ഏതാനും മക്കള് കർത്താവിന് മഹത്വം കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് മേരിക്കുട്ടി ജോസഫ്, എടക്കോലിയിൽ നിന്ന് വരികയാണ്. എൻ്റെ മോൾ എവിടുന്നാ വരുന്നേ? എടക്കോലി. അതെവിടെയാ? ഉഴവൂർ അടുത്ത്. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. അവൾ സെപ്റ്റംബറിൽ UK പോയി. അവിടെ 3 മാസം കഴിയുമ്പോൾ ഒരു പരീക്ഷയുണ്ടായിരുന്നു. അവൾക്കത് വളരെ ടഫായിരുന്നു. അത് ആദ്യത്തെ തന്നെ പരീക്ഷ പാസ്സായില്ലെങ്കിൽ അവർ തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ചാൻസേ ഉള്ളൂ, ആദ്യത്തെ തവണ തോറ്റുപോയാൽ പിന്നെ തിരിച്ചു വിടും. ഞാൻ നേർച്ച നേർന്നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊച്ചിനോട് പറഞ്ഞു, നല്ലതായിട്ട് പ്രാർത്ഥിച്ചോളാം, ജയിക്കുമെന്ന് പറഞ്ഞ്. അതിൻ്റെ ഫലമായി അവൾ പാസ്സായി.
ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. പൊന്നു കർത്താവ് എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളാ ദൈവമക്കളെ. പ്രഭാതം പോലെ നിന്റെ രക്ഷ സുനിശ്ചിതമാണ്. ഇതാ കത്തുന്ന തീപ്പന്തം പോലെ നിന്റെ ന്യായം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ കർത്താവ്, നിന്റെ മണവാള് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരു പുത്തൻ അഭിഷേകമായി, ഒരു പുതിയ കൃപയായി ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ കൊട്ടി ആരാധിച്ച് ആരാധിച്ച് വിശ്വസിച്ച് വിശ്വസിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ആത്മാവേ അങ്ങേ ആരാധിക്കുന്നു തുണയായോനേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗ്ഗപിതാവേ അങ്ങേ ആരാധിക്കുന്നു വഴികാട്ടിയേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗ്ഗപിതാവേ പിതാവേ അങ്ങേ ആരാധിക്കുന്നു വഴികാട്ടിയേ ഞങ്ങൾ ആരാധിക്കുന്നു കരങ്ങൾ ഉയർത്തിക്കൊട്ടി ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ത്രിത്വൈക ദൈവത്തിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന സാധനം ദൈവത്തിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന പുത്രൻ തമ്പുരാൻ ആരാധന 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 സ്തുതി ആരാധന ആരാധന പരിശുദ്ധാത്മ ദൈവത്തിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന പരിശുദ്ധ സഭയോട് ചേർന്ന, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തലവാത രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠങ്ങൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ ഈശോയുടെ തിരുരക്തം കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. കൈകൾ കൊട്ടി ഈശോയേ നീങ്ങിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, സുഖപ്പെടട്ടെ. കരങ്ങൾ ദിവസി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പരീക്ഷകൾ എഴുതുന്നവ, പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവ, വീട് വിട്ടു പോയവ, ജയിലുകളിൽ കഴിയുന്നവ, മദ്യത്തിന് മയക്കുമരുന്ന് അടിപ്പെട്ട് കഴിയുന്നവ, പലതരത്തിൽ ബന്ധനങ്ങൾ അയക്കുന്നവ, ബന്ധനം അഴിയട്ടെ, ഒഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. കൈകൾ കൊട്ടി നന്നായി കൈയടിച്ച യേശുവിൻ നാമം
കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകള്, ഹാർട്ട് സർജറികൾക്ക് വിധേയരായവര്, ഹാർട്ട് സർജറികൾക്ക് വിധേയരാകുന്നവര് 37 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ സർജറികൾക്ക് വിധേയരായവര്, സർജറി കഴിഞ്ഞ് റിക്കവറി ആവാത്ത അവസ്ഥകളിൽ കഴിയുന്നവര്, സർജറി കഴിഞ്ഞിട്ട് സുഖപ്പെടാത്ത അവസ്ഥകളിൽ കഴിയുന്നവര് 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ലിവർ സംബന്ധമായ രോഗങ്ങള്, മഞ്ഞപ്പിത്ത രോഗപീഠകള്, ബ്ലഡ് സംബന്ധമായ രോഗപീഠകള്, ബ്ലഡില് ലിവറില് ഗ്രോത്ത് ഉള്ള അവസ്ഥകള്, ബ്ലഡ് സംബന്ധമായ രോഗപീഠകള് ഏതാണ്ട് 28 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശരീരത്തിൽ ട്യൂമറുകളുള്ള മക്കള്, ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തുകളുള്ള മക്കള്, സർജറികൾ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, ഫൈബ്രോയിഡുകള്, സിസ്റ്റുകള്, ഈശോ കർത്താവ് 30-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന 1200-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിവാഹമോചനത്തിന് വക്കീലെത്തി നിൽക്കുന്നവര്, കുടുംബ കോടതികളിൽ എത്തി നിൽക്കുന്ന കേസുകള്, ഇതാ എക്സ്പാർട്ടിയായിട്ട് വിധി വരാൻ പോകുന്ന അവസ്ഥകളൊക്കെ നിൽക്കുന്ന അവസ്ഥകള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതാണ്ട് 14 തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്നതായി, കൂട്ടിച്ചേർക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷൈല എന്ന പേരുള്ളൊരു മകളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. റോസമ്മ എന്ന പേരുള്ളൊരു മകളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എലിസബത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിൻസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്മിതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിസിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജേക്കബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിറിലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സക്കറിയായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആന്റോയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സോജിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജേമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിമിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. റോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തൈറോയ്ഡ് രോഗപീഠകള് 14 പേരിൽ നിന്ന് നീങ്ങിപ്പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠ പോലെ ക്ലേശിക്കുന്ന 26-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള് എല്ലാം പറഞ്ഞ് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വരുന്നവര്, കിഡ്നിയിൽ സ്റ്റോണുള്ള അവസ്ഥകളുള്ളവര്, യൂറിൻ പാസ് ചെയ്യാനായിട്ട് പ്രയാസമുള്ളവര്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, ഡയാലിസിസിന് വിധേയരാകുന്നവര് 30-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഗർഭവതികളായിട്ടുള്ള 14 മക്കള്, ഇതാ ഗർഭസ്ഥ ശിശുക്കളുടെ വൈകല്യങ്ങള്, രോഗപീഠകള് നീങ്ങുന്നു, ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നു. ഇതാ 14 ഗർഭവതികളായിട്ടുള്ള മക്കൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠകള് 34 മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു.
സാമ്പത്തിക മേഖലയിലെ വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, 70-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിദേശത്ത് സ്വദേശത്ത് ജോലി തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഏതാണ്ട് 100-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കണ്ണിന്റെ രോഗപീഠകള് 24 പേർക്ക് സൗഖ്യം കിട്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 20 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വന്തമായിട്ട് ഭവനങ്ങളില്ലാത്തവര്, ഭവനം നഷ്ടപ്പെട്ടു പോയവര്, ഭവനം ജപ്തിയായി പോയവര്, ഭവനം പണി പൂർത്തിയാകാത്തവര്, 30-ലധികം കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന 35-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും ഇതാ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ വലിയ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ വാഴ്ത്തിപ്പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന് ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെ രക്തത്തിന്റെ ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ മക്കളും വിളിച്ച യേശുവേ, യേശുവേ, യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ. ഈശോയ, ഈശോയ, കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക, ശബ്ദപ്പെട്ടി പ്രാർത്ഥിക്കുക. ഈശോ, നിന്റെ പുരോഗതിയിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. ഈശോയ, ഈശോയ, ഈശോയ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങിപ്പോവല്ല. ഈശോയെ വെറുകയ്യാട്ട് ആരെ പറഞ്ഞു വിടല്ല. ഈശോ ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ല. ഈശോയെ, 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 എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ഈശോയെ.